Pro-Culina പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെജിറ്റേറിയൻ നോർമൽ ആയിട്ട് നമ്മളുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു നോർമൽ വെജിറ്റേറിയൻ ലഞ്ചാണ് ഞാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം പലപ്പോഴും എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്. ഈ പിടിയെന്നൊക്കെ ജോലി ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത് എത്ര പിടിയെന്ന് എങ്ങനെയാണ് ജോലി തീർക്കണത് അടുക്കളയിൽ എത്ര ഫാസ്റ്റായിട്ടെന്ന്. അപ്പോൾ അത് നമ്മളൊരു സിസ്റ്റമാറ്റിക്കായിട്ട് അതിനെല്ലാം ഒരു വേയിലങ്ങ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് ജോലി കഴിയും. അപ്പോൾ ആ ഉച്ചത്തെ ലഞ്ച് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത് ഒത്തിരി കറികൾ വെച്ചിട്ടല്ല, ഒരു കറിയും ഒരു മെഴുക്ക് പുരട്ടിയും ഒരു ചമ്മന്തിയും പപ്പടം വറുത്തതും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു നല്ല എന്താ പറയുക മധുരവും എരിവും പുളിയും എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ. എപ്പോഴും നമ്മൾ ഭക്ഷണം ലഞ്ച് കഴിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ആ ടേസ്റ്റിൻ്റെ ഒരു കോമ്പിനേഷൻ എല്ലാം കറക്റ്റായിട്ട് വരുമ്പോഴാണ് നമുക്ക് എപ്പോഴും തോന്നുന്നത്, ഓ നല്ല സുഖമുണ്ടായിരുന്നു ഊണ് കഴിച്ചിട്ട് തോന്നുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു കോമ്പിനേഷൻ ഫുഡാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. പോകാം വീഡിയോയിലേക്ക്. ലഞ്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളുടെ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ചോറ് തന്നെ ആവാനാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അരിക്കുള്ള വെള്ളം വയ്ക്കുക. കാരണം അരി വേവണ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ കറികളൊക്കെ റെഡിയാക്കാം. അതാണ് ഇത്തിരി ഒരു സമയം എടുക്കുന്ന ഒരു പണി. സോ നമ്മൾ അരിക്ക് ഉള്ള വെള്ളം വെച്ചിട്ടുണ്ട്, അടച്ചു വെച്ചു. ഇനി നമ്മൾ ഏത് അരിയാണോ നമ്മളുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ആദ്യം കഴുകി അടുപ്പത്തേക്ക് ഇടും. അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിന്ന് ആദ്യത്തെ കറി ഒഴിച്ചു കറി എന്ന് പറയാനുള്ള ഏത്തപ്പഴ കറിയാണ്, ഒരു മധുരമുള്ള കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത്തപ്പഴം ഒരെണ്ണം എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളകും ഇതേ ഉള്ളൂ ഇതിന് വേണ്ടിയിട്ടുള്ളത്. ഏത്തപ്പഴം നന്നായിട്ട് ചെറുതായിട്ട് ക്യൂബായിട്ടോ വട്ടത്തിലോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടെ രീതിക്ക് അനുസരിച്ച് ഇതങ്ങ് അരിഞ്ഞെടുക്കുക. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇതിപ്പോൾ ഏത് കറിയാണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വേണ്ടോ അധികം വലുതാക്കണ്ട, കാരണം ഇത് നമ്മൾ ഏത്തപ്പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ വെജിറ്റബിളൊക്കെ ഓൾറെഡി ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിന് മുമ്പേ പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ എന്താണെങ്കിലും കഴുകിയിട്ടാണ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു തവണ കൂടി കഴുകിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒരു അരമണിക്കൂറോളം വിനാഗിരിയിലൊക്കെ ഇട്ട് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കറി വയ്ക്കാൻ നേരത്തെ അതൊന്നുകൂടി ഒന്ന് കഴുകിയിട്ടാണ് എടുക്കാറ്. അപ്പോൾ നമ്മളുടെ ഏത്തപ്പഴം കറിക്കുള്ള വെജിറ്റബിൾ ഇവിടെ റെഡിയായി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഏത്തപ്പഴം കറി ഉണ്ടാക്കാനുള്ളത് നമ്മളൊരു ചട്ടിയിലേക്ക് നമ്മളിതങ്ങ് വയ്ക്കുക. വെച്ച് കഴിയുമ്പോൾ ഇത് വെന്ത് കിട്ടുന്ന സമയം ഉണ്ടെങ്കിൽ നമുക്ക് മെഴുക്കുവരട്ടിക്കുള്ളത് അരിഞ്ഞെടുക്കാം. അപ്പോൾ നെക്സ്റ്റ് പരിപാടി നമ്മൾ ഏത്തപ്പഴത്തിനുള്ള ചട്ടിയിലേക്ക് മാറ്റി വെച്ച് അതൊന്ന് വേവിച്ചെടുക്കുന്നു. ആ സമയം കൊണ്ട് നമുക്ക് ചമ്മന്തിക്കുള്ള മാങ്ങയും പിന്നെ മെഴുക്കുവരട്ടിക്കുള്ള വെണ്ടയ്ക്കയും അരിഞ്ഞെടുക്കണം. ആദ്യം നമ്മൾ ചട്ടി വെച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം നുറുക്കിയത്, പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്തു. നമ്മളത് ആദ്യം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളതിനകത്ത് അത് വേവാൻ ആവശ്യമുള്ള വെള്ളമൊഴിച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ചേർത്തു ഉപ്പ്, പിന്നെ ചേർത്തു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തു അടച്ചു വെച്ചു. അത് പിന്നെ വേവാനെടുക്കുന്ന സമയമാണ്. പിന്നെ നമ്മൾ എന്തെടുക്കണം, എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ വെണ്ടയ്ക്കാണ് നമ്മൾ എടുത്തു വെച്ചിരുന്നത്. അതെല്ലാം നന്നായിട്ട് മെഴുക്കുവരട്ടിയുടെ പാകത്തിന് അരിഞ്ഞെടുത്ത് മെഴുക്കുവരട്ടിക്ക് പാകത്തിന് കഴുകി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കാണ് കേട്ടോ. ഇതെല്ലാം ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പും കഴുകിയതാണ്. അതിനുശേഷം ഒരു തവണ കൂടി കഴുകിയെടുത്ത വെണ്ടയ്ക്കകളാണ്. ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തു. ഇനി അടുത്തത് നമ്മൾ ചമ്മന്തിക്കുള്ള മാങ്ങയാണ് എടുക്കുന്നത്. അതിൻ്റെ തൊലി പുറത്തുനിന്ന് മേടിച്ച മാങ്ങ ആയതുകൊണ്ട്, അല്ലെങ്കിൽ പോലും നമ്മൾ തൊലി കളഞ്ഞിട്ടാണ് നമ്മൾ മാങ്ങ ചമ്മന്തിക്ക് എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് മാങ്ങ ചമ്മന്തിക്ക് വേണ്ട മാങ്ങയെന്ന് തൊണ്ടൊക്കെ ചെത്തിക്കളഞ്ഞ് അതിനുശേഷം നോക്കുക കേട്ടോ, അതിൻ്റെ പുളിയുടെ തോത് നോക്കുക. ചിലപ്പോൾ ഭയങ്കര പുളിയുള്ള മാങ്ങ ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഒത്തിരി പുളിയൊക്കെ ആണെങ്കിൽ 1-2 പുളി എടുത്താൽ മതി. അധികം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പുളിയാവും. അതിൽ നമ്മൾ കുറച്ച് അംഗങ്ങളുള്ളെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം മാങ്ങ എടുക്കാനായിട്ട്. നമ്മളുടെ മോരുകറിക്കുള്ള പഴം ഒരുമാതിരി വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും വെള്ളം അതിനകത്ത് തീർന്നിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യിച്ചാൽ ആ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വേറൊരു പാൻ വെച്ചു. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന മെഴുക്കുവരട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ഈ വെണ്ടയ്ക്ക ഞാൻ ആദ്യമേ എപ്പോഴോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, വെണ്ടയ്ക്ക ഇങ്ങനെ വഴുവഴുപ്പില്ലാതെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെണ്ടയ്ക്ക വെറുതെ ഒന്ന് എണ്ണയൊന്നുമില്ലാതെ വെറുതെ പാനിൽ വെച്ചിട്ടൊന്ന് വഴറ്റി. ഇതിനകത്ത് ഒരു വെള്ള സാധനം ഉണ്ട് ഇതിനകത്ത്, എന്താ പറയുക, നമുക്കിങ്ങനെ ഇതാണ് വഴുവഴുപ്പുള്ളത്. അപ്പം അതൊന്ന്
ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ആ വഴുവഴുപ്പ് അങ്ങ് മാറിക്കിട്ടും. മാറിക്കഴിയുമ്പോൾ നമ്മൾ അതിനുശേഷം മാത്രമേ നമ്മളിതിനകത്തേക്ക് എണ്ണ, കുക്കിംഗ് ഓയിലോ വെളിച്ചെണ്ണയോ എന്താ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് ഇടാവുള്ളൂ. അപ്പോൾ അതൊന്ന് ഒരു 2-3 മിനിറ്റ് ഇതിനകത്തൊന്ന് കിടന്ന് കഴിയുമ്പോൾ ആ വഴുവഴുപ്പ് അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര നമ്മളിതിങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ ആ നേരം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളുടെ കറിക്കുള്ള തേങ്ങ അരച്ചെടുക്കണം. തേങ്ങ അരച്ചെടുക്കണം എന്ന് വെച്ചാൽ വളരെ നന്നായിട്ട് ഫൈനായിട്ട് പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കണം. നമ്മൾ മോരുകറിക്കുള്ള തേങ്ങ, ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഞാൻ തേങ്ങ ചിരണ്ടി എടുക്കാറില്ല കേട്ടോ. ഞാൻ ആ കാര്യത്തിലൊരു മടിച്ചിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇനി തേങ്ങ ചിരണ്ടി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ക്ലീൻ ചെയ്യാൻ പോകണം, മൊത്തം പരിപാടികളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുത്തിയെടുക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി എടുത്ത എന്താ ഗുണം എന്നറിയോ, നമുക്കിവിടെ മോര് കൂട്ടാനുള്ളത് ഇത് റെഡിയായി. ഇത്രയും മതി. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇച്ചിരി തേങ്ങ ഇതിനും ഉള്ളത് ഒരുമിച്ച് അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വേറെ സമയം എടുക്കണ്ട. നമ്മളുടെ ചോറ് വെന്തിട്ടുണ്ട്. അത് നമ്മൾ തെർമൽ കുക്കറിലേക്ക് തിളച്ചു. അത് നമ്മൾ തെർമൽ കുക്കറിലേക്ക് എടുത്തു അടച്ചു വെച്ചു. ഇനിയിപ്പോൾ നമ്മളുടെ അടുത്തത് മെഴുക്കുവരട്ടിയാണ്. അത് ഓൾറെഡി ആ വഴുവഴുപ്പൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ, ഫ്രൈ ചെയ്യാനുള്ള. ആ വഴുവഴുപ്പ് അങ്ങ് മാറിക്കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കണം. നമ്മൾ ഈ എണ്ണയിലൊന്ന് ശരിക്കും മെഴുക്കുവരട്ടി ആയി കിട്ടിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഉപ്പ് ചേർത്താൽ മതി. അല്ലെങ്കിൽ എന്താണെന്നറിയോ, കുഴപ്പം കൂടുതൽ എണ്ണ കുടിക്കും. അപ്പോൾ ഈ എണ്ണയിൽ കിടന്ന് ഇതൊന്ന് ഫ്രൈ ആവട്ടെ. ഇതിന് നമുക്ക് തേങ്ങ അരച്ച് റെഡിയാക്കാം. ഇനി നമുക്ക് ചമ്മന്തിക്ക് വേണ്ടത് കാന്താരിമുളക് കേട്ടോ. നമ്മുടെ ചമ്മന്തിക്ക് എപ്പോഴും കാന്താരിമുളകിൻ്റെ ഒരു രുചി വേറെ ഒന്നും ചേർത്താലും കിട്ടില്ല. അപ്പം നല്ല ടേസ്റ്റുള്ള കാന്താരിമുളക്, കാണാൻ ഭംഗി, ടേസ്റ്റിൻ്റെ കാര്യത്തിലും കാന്താരിമുളക് തന്നെ മുമ്പ്. സോ നമ്മൾ അതിനകത്തേക്ക് കാന്താരിമുളക് ഇട്ടു. ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉള്ളി, കുഞ്ഞുള്ളി ഇത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കുഞ്ഞുള്ളി കൂടി ഇതിനകത്ത്. ചില നാടുകളിലേക്ക് ഈ മാങ്ങ ചമ്മന്തിയിൽ ഒരു ശകലം, ഒരു വളരെ കുറച്ച് ഇഞ്ചി ചേർക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്കതിൻ്റെ ഒരു ഇഞ്ചി ചമ്മന്തിയുടെ ഒരു ടേസ്റ്റ് പിടിക്കാത്തത് കൊണ്ട് മാങ്ങാ ചമ്മന്തിക്ക് എപ്പോഴും മാങ്ങാ ചമ്മന്തിയുടെ ടേസ്റ്റ് വേണം. സോ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി ചേർക്കാറില്ല. ഉള്ളി, മാങ്ങയും കുറച്ച് ഉപ്പ് കൂടി മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് അരച്ചെടുക്കണം ഫൈനായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം ചേർക്കാനുണ്ട് കേട്ടോ, ഒരു തരി ജീരകം കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാനുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തു വെച്ചു. അതിനകത്തേക്ക് ഒരു തരി ജീരകം കൂടി ചേർത്തു. അധികം ജീരകത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് പിടിക്കാത്തതുകൊണ്ടാട്ടോ ഒരു കൂട്ടാനും. അപ്പോൾ ഒരു തരി ജീരകം ഇട്ടു. ഇത് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. നമ്മുടെ പഴത്തിലെ വെള്ളമൊക്കെ ശരിക്കും നമ്മൾ ഒഴിച്ചിരുന്ന വെള്ളമൊക്കെ പോയി, എല്ലാം നന്നായിട്ട് വെന്ത്, പഴമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഫൈനായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ഒരു തരി ജീരകം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ജാറ് കഴുകിയ വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. ഒഴിച്ചു കഴിഞ്ഞ് ഇതിനകത്ത് ഈ അരപ്പ് ഇതിനകത്ത് ഒന്ന് വെന്ത് ഈ അരപ്പിൻ്റെ വെള്ളം കൂടി ശരിക്കും മാറി. ഇത് നമ്മുടെ പഴം വെച്ചിട്ടുള്ള മോരുകറി അല്ലെങ്കിൽ പഴപ്പച്ചടിയെന്നോ എന്ത് പറയാവുന്നോ, അതിന് നമ്മൾ ഒരിക്കലും വെള്ളം ഒരുപാടുള്ള കറിയൊന്നുമല്ല, നല്ല തിക്കായിട്ടുള്ള ഒരു കറിയാണേ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് ഡ്രൈ ആയി കിട്ടണം ഈ അരപ്പ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് മോര് കലക്കി കരിവേപ്പിലിട്ട് വെച്ചിരിക്കുന്ന മോരാണ് കേട്ടോ. നല്ല തിക്ക് മോര്, തൈരായിരുന്നില്ല, മോരാക്കിയത്. പക്ഷേ എന്ത് വെള്ളമൊന്നും ഒഴിക്കാതെ തിക്കായിട്ടുള്ള മോരാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി ഇതിനകത്തെ വെള്ളം വറ്റി കഴിയുമ്പോൾ അതായത് നമ്മൾ ശരിക്കും ഇതിനകത്ത് വെള്ളം വറ്റി കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധുരം, നല്ല നാടൻ പഴമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിന് നല്ല മധുരം ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ മധുരം കുറയാൻ ചാൻസ് ഉണ്ട്. ചെറുതായിട്ടൊരു മധുരം ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് കുറച്ചുകൂടി ഇതിൻ്റെ മധുരമുള്ളൊരു കറിയാണ്. സോ നമ്മൾ അതിനകത്തേക്ക് ഈ സമയത്ത്
ഒരു ശകലം പഞ്ചസാര ചേർക്കുവാണേ. ഈ മാമ്പഴപ്പുളിശ്ശേരി ആണെങ്കിലും പഴപ്പുളിശ്ശേരി ആണെങ്കിലൊക്കെ ഒരു ശകലം മധുരം അതിനകത്ത് വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. സോ നമ്മളതിനകത്തേക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉള്ള ഇത് ചേർത്തേക്കുക, മധുരം ചേർത്തേക്കുക. അപ്പം മധുരം ഏകദേശമായി ഒന്ന് തിളച്ച് വരുന്ന സമയമുണ്ടെങ്കിൽ നമുക്കിനി അപ്പോൾ ആ നേരം ഉണ്ടെങ്കിൽ നമ്മളുടെ ഇടയ്ക്കൊന്ന് മെഴുക്കുവരട്ടി ഇളക്കി കൊടുക്കണം കേട്ടോ. അതിവിടെ പതുക്കെ ഇവിടെ ഇരുന്ന് ആകുന്നുണ്ട് വെട്ടി. ചിലർക്ക് മെഴുക്കുവരട്ടി ഇത്രയും ആവാൻ പാടുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ കുറച്ചുകൂടി ഒരു ഉപ്പേരി പരുവത്തിലാവുമ്പോഴാണ് ഇവിടെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഇവിടെ ആവാനുണ്ട്. നിങ്ങളുടെ പരുവ ആയെങ്കിൽ നിങ്ങൾക്കത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ മെഴുക്കുവരട്ടിയായി കറി ആയിക്കൊണ്ടിരിക്കുന്നു. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കരിവേപ്പില ഇട്ട് വെച്ചിരിക്കുന്ന മോര് അത് ഇതിനകത്തേക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് കുറച്ചേക്കും കേട്ടോ. കാരണം പിരിയരുത് ഒരിക്കലും. പിരിഞ്ഞാൽ നമ്മളുടെ കറിയുടെ ടേസ്റ്റും അതിൻ്റെ ലുക്കും എല്ലാം മാറും. അപ്പോൾ നിങ്ങൾക്ക് അത്ര പരിചയം ഇല്ലാത്തവരാണെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളുടെ കറി ഏതാണ്ട് ഇങ്ങനെ പതുക്കെ ബബിൾസൊക്കെ മേളിലേക്ക് വന്നു. ഇതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളത് ഗ്യാസ് ബർണർ ഓഫ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്തേക്ക് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കടുക് തളിക്കുക. കടുക് വറുത്തിടൽ പരിപാടി മാത്രമേ ഇതിനകത്ത് ബാലൻസ് ഉള്ളൂ. നമ്മളുടെ മെഴുക്കുവരട്ടി ഓൾമോസ്റ്റ് എല്ലാം ഉപ്പൊക്കെ ഇട്ട് അതും റെഡിയായി. ഇത് ഫ്രൈ ചെയ്യുന്ന അവരവരുടെ ഇഷ്ടം കേട്ടോ, എത്രത്തോളം വേണം എന്നുള്ളത്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് വറുത്തിടാം. മോര് കൂട്ടാൻ റെഡിയായി. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കടുക് വറുത്തിടണം. ഉണ്ടോ, നല്ല കട്ടിയുള്ള മോര് കൂട്ടാൻ. ഇത് നമ്മൾ ഒരു കുറച്ച് നേരം കഴിക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേനും അത് പിന്നെയും ഒന്നുകൂടി തണുത്ത് നല്ല കട്ടിയായിട്ടുള്ള കറിയായിട്ട് മാറും. ഭയങ്കര ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ നല്ല മിക്സ് ചെയ്തങ്ങ് കഴിക്കുക എന്ന് പറയുമ്പം സൂപ്പറാണ്. ചെറിയൊരു പാത്രം വെച്ചു, നമ്മൾ വെള്ളം തൂത്തെടുത്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, എണ്ണ ഒഴിക്കണം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ തിളയ്ക്കാൻ എടുക്കുന്ന ഒരു സമയം നമ്മുടെ മെഴുക്കുവരട്ടി ഏതാണ്ട് റെഡിയായി. ഞാനതങ്ങ് ഓഫ് ചെയ്യാണ് കേട്ടോ. ഇത് മതി. അല്ലെങ്കിൽ പിന്നെ അത്രയും മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ട് നോക്കൂ. ഉണ്ടാക്കിയിട്ട് ഇത്രയായി. അപ്പോൾ നമ്മളുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ആദ്യം ചേർക്കുന്നു കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് പിന്നെ ചേർക്കുന്നു ശകലം ഉലുവ. മോര് കൂട്ടാൻ എപ്പോഴും ഉലുവയിട്ട് കടുക് വറക്കണേ, അതെപ്പോഴും ഓർക്കണം. പലരും മറന്നു പോകാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നു വറ്റൽ മുളക്. 1-2 ഇതൊക്കെ ഡെക്കറേഷൻസ് ആണേ. 1-2 വറ്റൽ മുളക് ചേർക്കുന്നു. ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നു കറിവേപ്പില. കറിവേപ്പിലൊക്കെ ചേർക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക. അത് ഇച്ചിരി കഴുകിയൊക്കെ എടുക്കുമ്പോഴേ ഒരു ശകലം ഇതുണ്ടാവും, വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും. നമ്മളതിന് ശേഷം ഇതങ്ങ് ഓഫ് ചെയ്യണം കേട്ടോ. ഓൾറെഡി ഇതിനൊക്കെ നല്ല ചൂടുണ്ട്. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഒരു ശകലം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. ഇനി ഇളക്കാൻ നിൽക്കണ്ട കേട്ടോ, അതങ്ങനെ ഇരുന്നോട്ടെ. ഇത് ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് കഴിക്കാൻ നേരത്തെ ഇത് ഇളക്കിയാൽ മതി. ഇതുപോലെ ഇരുന്നോട്ടെ. അപ്പോൾ കഴിക്കാൻ നേരത്തെ നല്ല ഭംഗിയായിട്ട് വരും. അപ്പോൾ നമ്മളുടെ എന്താ പറയുക, മെഴുക്കുവരട്ടി റെഡി, മോര് കൂട്ടാനും റെഡിയായി, പഴപ്പച്ചടി റെഡിയായി. നമ്മളുടെ ഇത് രണ്ടും നമുക്കിനി അടച്ചു വയ്ക്കാം. ഇനി നമുക്കിനി അടുത്തത് നമുക്ക് ബാലൻസ് ചെയ്യാനുള്ളത് ഒരു മാങ്ങാച്ചമ്മന്തിയാണ്. അതുങ്ങളെ നമുക്ക് ചെയ്തു വെച്ചാൽ നമ്മളുടെ ഉച്ചത്തെ ലഞ്ച് റെഡിയായി. അടുത്തത് നമ്മുടെ ചമ്മന്തിയാണ്. ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ, ഉള്ളി, തേങ്ങയും ഉള്ളി ഇവിടെ കൂടി തേങ്ങ ആദ്യം ഒന്ന് അരച്ചെടുക്കണം, ഒന്ന് ചതച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ മാങ്ങ ഇടാവുള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ചിടരുതേ. ആദ്യം തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. തേങ്ങ ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തു. അതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ മാങ്ങ ഉണ്ടല്ലോ, ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് മര്യാദയൊക്കെ കാണിക്കാം അവരോടൊക്കെ. എടുത്തു വച്ചിരിക്കുന്ന നല്ല കാന്താരി മുളക്. പിന്നെ നമുക്ക് അതിനകത്തേക്ക് ആവശ്യമുള്ളത് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ ഈ മാങ്ങ ചമ്മന്തി അരിഞ്ഞ് ഒരുപാട് അരിഞ്ഞ് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. 1/2
അരയണം, പക്ഷെ ഒരുപാട് അരയാൻ പാടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ മാങ്ങ ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ കറികളൊന്നും ഇല്ലേ പോലും കൂട്ടാം. അതുപോലെ ടേസ്റ്റാണ് മാങ്ങ ചമ്മന്തിക്ക്. മലയാളിയും മാങ്ങ ചമ്മന്തിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. സ്കൂൾ കാലഘട്ടം തൊട്ട് നമുക്ക് തുടങ്ങും അല്ലേ ഇതിൻ്റെ ഒരു നൊസ്റ്റു. നമ്മുടെ സ്കൂളിൽ അമ്മമാരൊക്കെ തരുന്ന ചോറ്, മാങ്ങയുടെയും ചക്കയുടെയൊക്കെ സമയമാകുമ്പോൾ ഈ മാങ്ങ ചമ്മന്തി ഒന്നും ഉണ്ടാവില്ല. ആരുടെയെങ്കിലൊക്കെ കയ്യിൽ ടിഫിൻ ബോക്സിലുണ്ടാവും മാങ്ങ ചമ്മന്തി. അപ്പം അങ്ങനെ നമ്മുടെ മാങ്ങ ചമ്മന്തി റെഡിയായി. ഇനി നമുക്ക് എന്താ വേണ്ടേ? ചോറ് റെഡിയായോ എന്ന് നോക്കുക, വാർക്കുക, 2 പപ്പടം കാച്ചുക. നമ്മളുടെ ഉച്ചത്തെ ലഞ്ച് റെഡിയായി. മെഴുകുവരട്ടിയായി വന്നിട്ട് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങത് വാർക്കാം. യെസ്, അങ്ങനെ ചോറ് വാർത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ലാസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ 2 പപ്പടം കാച്ചിയെടുക്കണം. അതുകൊണ്ട് കടുവറുത്ത പാത്രം ഒന്നുകൂടി വെക്കണം. നമ്മൾ ഒരുപാട് പാത്രം ഒന്നും എടുത്ത് വിഷമിക്കണ്ട. ആ പാത്രം തന്നെ നമ്മൾ തന്നെ കഴുകണ്ടേ. അപ്പോൾ അതുകൊണ്ട് ആ പാത്രം തന്നെ വയ്ക്കുന്നു. ശേഷം ചൂടാവട്ടെ. അതെ, നമ്മൾ പപ്പടം കാച്ചാണ് കേട്ടോ. പപ്പടം എണ്ണ നന്നായിട്ട് തിളച്ച്, അപ്പോൾ അതും കൂടി ആവുമ്പോൾ നമ്മളുടെ ഉച്ചത്തെ ലഞ്ച് കംപ്ലീറ്റ് ആവും. അത്ര നല്ല പപ്പടം അല്ല കേട്ടോ, നന്നായിട്ട് പൊങ്ങി വന്നില്ല. അതോ എണ്ണ റെഡിയാവാത്തതുകൊണ്ടായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെഡി. അപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിലാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കിയത്. അപ്പോൾ ഇത്രയും ഫാസ്റ്റായിട്ട്, ഇത്ര ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ലഞ്ച് റെഡിയാക്കാം. ഓക്കെ, Yo, what's up guys, welcome back to my channel. Today we are going to be eating food. Like and subscribe, 1000 likes for the next video. ലഞ്ച് പ്രിപ്പയർ Khana chata apago. Thank you for the video. Thank you for watching this video. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ ബസ്സിലെ